അൻവറിന്റെ അറസ്റ്റ് കോൺഗ്രസ് ഒരുക്കിയ നാടകം. മുണ്ട് പറിച്ച് കാണിച്ചാണെങ്കിലും തന്റെ നിലപാട് വ്യക്തമാക്കി അങ്ങനെയെങ്കിലും ഒരു രക്തസാക്ഷി പരിവേഷം ഒപ്പിച്ച് എങ്ങനെയെങ്കിലും UDF മുന്നണിയിൽ കയറി നിലമ്പൂർ സിറ്റിംഗ് സീറ്റ് നിലനിർത്തണം എന്ന നിലമ്പൂർ കാക്കയുടെ അന്ത്യാഭിലാഷം ഇതാ യാഥാർത്ഥ്യമാക്കുവാൻ പോകുന്നു. നിലമ്പൂർ കാക്ക ഇരയായിട്ട വിരയിൽ K. വിജയൻ കയറിക്കൊത്തി. പഴയൊരു സിനിമാ കഥയിൽ കണ്ടുമറന്ന ഒരു കഥാപാത്രത്തെ പോലെ എങ്ങനെയെങ്കിലും ഒരു അറസ്റ്റ് വരിച്ച് അകത്തായി വീരപരിവേഷം ഉണ്ടാക്കുവാൻ നിലമ്പൂർ കാക്ക കുറെ കാലമായി കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ഇന്നലെ ആ ആഗ്രഹം സാധിച്ചു. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ കാക്കയെ അറസ്റ്റ് ചെയ്യുന്നു. 14 ദിവസത്തേക്ക് മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ വിടുന്നു. ഇന്ന് നേരത്തോട് നേരമായപ്പോൾ കാക്കയ്ക്ക് നിരുപാധികമായി കോടതിയിൽ നിന്നും ജാമ്യവും കിട്ടുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട PV അൻവർ MLAക്ക് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്ന് വൈകിട്ടോടെ ജാമ്യം അനുവദിച്ചത്. ഇന്ന് രാത്രിയിൽ തന്നെ എങ്ങനെയെങ്കിലും കാക്ക ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. നാളെ മുതൽ പൂർവാധികം ശക്തിയോടെ പണിയുമായി ഇറങ്ങും. കാക്കയുടെ കളി ഇനി കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ. മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും അറിവോടെയാണ് PV അൻവർ ഈ നാടകം ആസൂത്രണം ചെയ്തത്. കരുളായിലെ ആദിവാസി യുവാവ് മണിയെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് എന്ന് പ്രാദേശിക പിന്തുണ കിട്ടുന്ന ഒരു വിഷയമെടുത്ത് പ്രക്ഷോഭമുണ്ടാക്കി അറസ്റ്റിലായി ജയിലിൽ പോയാൽ ഒരു വീരപരിവേഷം ഉണ്ടാകുമെന്നും അതോടെ UDF പ്രവേശനം എതിർക്കുന്ന VD സതീശന് പോലും അയയേണ്ടി വരുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഈ അറസ്റ്റ് നാടകം ആസൂത്രണം ചെയ്യപ്പെട്ടത്. അൻവറിനൊപ്പം പോയ ആ 40 പേർ ആരാണ്, അവരെവിടെ നിന്നുള്ളവരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി ഇത് വെളിവാകും. അൻവറിന്റെ ഒതായിയിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലമ്പൂർ CI സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് PV അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. PV അൻവർ ഉൾപ്പെടെ 11ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസുകാരെ ആക്രമിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. അൻവറും സംഘവും പോലീസുകാരെ തള്ളി താഴെയിട്ട് ചവിട്ടി 35,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കിയെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ട്. കിടക്കപ്പായിൽ നിന്നും വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ രാഹുൽ മാങ്കൂട്ടം ഇന്ന് പാലക്കാട് MLA ആണ്. അതുപോലെ ജനകീയ വിഷയത്തിൽ നിലമ്പൂർ കാക്കയുടെ ഈ അറസ്റ്റ് അദ്ദേഹത്തിന് നിലമ്പൂരിലും സമുദായാംഗങ്ങളുടെ ഇടയിലും സ്വീകാര്യത വർദ്ധിപ്പിക്കും. അത് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവേശനം സാധ്യമാക്കും എന്നതാണ് കണക്കുകൂട്ടൽ. CPM-നെയും മുഖ്യമന്ത്രിയെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഇടതുമുന്നണി വിട്ട PV അൻവർ പ്രതീക്ഷിച്ചിരുന്നത് ബുള്ളറ്റ് ബട്ടറിൽ കയറുന്നത് പോലെ ഒരു UDF പ്രവേശനമായിരുന്നു. മുസ്ലിം ലീഗിന് ആദ്യം മുതൽ തന്നെ അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിനോട് വളരെ താല്പര്യമായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അൻവറിന്റെ ആ വിലപേശൽ സമ്മർദ്ദ തന്ത്രത്തോട് അന്ന് അത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ല. അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ UDF പ്രവേശനം മങ്ങുകയും ചെയ്തിരുന്നു. അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ പരിഹസിക്കുകയായിരുന്നു അന്ന് VD സതീശൻ ചെയ്തതെങ്കിലും അൻവർ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു, ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുമില്ല. ഇതോടെ ഇനി അൻവറുമായി ചർച്ചയില്ലെന്ന് സതീശൻ പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ നാണംകെട്ട തോൽവി അൻവർ ഏറ്റുവാങ്ങി. ഗതിയില്ലാതെ അലയുകയായിരുന്നു നേരത്തെ നടത്തിയ അറ്റകൈ പ്രയോഗമായിരുന്നു ഇപ്പോൾ നടത്തിയത്. ഗത്യന്തരമില്ലാതെ CPM ബാന്ധവം ഉപേക്ഷിക്കേണ്ടി വന്ന അൻവർ UDF പ്രവേശനം പൊളിഞ്ഞപ്പോൾ പിന്നീട് ശ്രമിച്ചത് തമിഴ്നാട്ടിലെ DMK-യുമായി സഖ്യമുണ്ടാക്കാനായിരുന്നു. എന്നാൽ അത് പിണറായി വിജയൻ വെട്ടി. അവസാന നിമിഷത്തിൽ മറ്റൊരു മാർഗമില്ലാതെ DMK-യുടെ അതേ രൂപത്തിലും ഭാവത്തിലും കൊടിയും ചിഹ്നങ്ങളുമായി ഡ്യൂപ്ലിക്കേറ്റ് DMK എന്ന സംഘടന രൂപീകരിച്ചായിരുന്നു അൻവറിന്റെ പ്രവർത്തനം. പിന്നാലെ തൃണമൂൽ കോൺഗ്രസുമായി അൻവർ ചർച്ചകൾ നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല. എന്നാൽ ഇന്നലെ വനം വകുപ്പ് ഓഫീസിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അൻവർ അറസ്റ്റിലായതോടെ പദ്ധതിയിട്ടതുപോലെ തന്നെ സ്ഥിതിയാകെ മാറിമറിഞ്ഞു. അൻവറിനെ എതിർത്തിരുന്ന നേതാക്കളെല്ലാം ഇപ്പോൾ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിഷയാധിഷ്ഠിത പിന്തുണ എന്ന് പറയുമ്പോഴും UDF-ലേക്കുള്ള അൻവറിന്റെ പച്ചക്കൊടിയായി ഇതിനെ നമുക്ക് കണക്കാക്കാം. നിലമ്പൂർ കാക്കയെ എടുത്ത് മടിയിൽ വെച്ചാൽ കടിക്കുകയല്ല, മൊത്തത്തിൽ കൊലയോടെ വിഴുങ്ങും എന്ന് കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയാമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ കോൺഗ്രസിന് പ്രതീക്ഷ വെക്കുവാൻ പറ്റുന്ന ആരും തന്നെ മണ്ഡലത്തിൽ ഇല്ല. ആര്യാടൻ മുഹമ്മദിന്റെ കയ്യിൽ 6 തവണ ഏതാണ്ട് 30 വർഷം ഉണ്ടായിരുന്ന മണ്ഡലം, ആര്യാടൻ ഷൗക്കത്തിനെ പരീക്ഷിക്കുവാൻ പോലും തയ്യാറാകാത്ത മണ്ഡലം PV അൻവറിനെ തുണച്ചത് 2 തവണ. ഇപ്പോഴും കളം അൻവറിന്റെ കയ്യിൽ സുരക്ഷിതം. നിലവിൽ അൻവറിനെ നിലമ്പൂരിൽ നേരിടുവാൻ തങ്ങളുടെ കൂടെ കിണ്ടിക്ക് ഉറപ്പുള്ള ആരുമില്ല എന്ന തിരിച്ചറിവാണ് കോൺഗ്രസിലെ കുടിലബുദ്ധിക്കാരെ അൻവറിനു വേണ്ടി ഒരു ചാലുവെട്ടാം എന്ന് ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച ഏക ഘടകം. പടക്കമെടുത്ത പന്നിയെപ്പോലെ വിരളി പിടിച്ചു നിൽക്കുന്ന അൻവറിനെ UDF പക്ഷത്താക്കി
പിടുക്കിന് ഒരു ഞെരടി പിണറായിക്ക് നേരെ തിരിച്ചുവിട്ടാൽ വെറുതെ പുറകെ പോയാൽ മതി, ബാക്കി നിലമ്പൂർ കാക്ക തന്നെ എല്ലാം ചെയ്തുകൊള്ളും എന്നതാണ് മറ്റൊരു കണക്കുകൂട്ടൽ. ചെന്നിത്തലയുടെ ചിഹ്നത്തലയിൽ തെളിഞ്ഞ ഒരു പുത്തിയാണിത്. ഇതെല്ലാം പിണറായി വിജയന്റെ മുസ്ലിം വിരുദ്ധ നടപടികളുടെ ഭാഗമായിയാണ് എന്ന് നിലമ്പൂർ കാക്ക വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നത് സമുദായം കൈവിട്ടാൽ താൻ സീറോ ആണെന്നുള്ള തിരിച്ചറിവാണ്. അത് ഒരു പരിധിവരെ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ടാണ് അൻവർ പ്രതിഷേധിച്ചതും അറസ്റ്റിലായതും അകത്തായതും. അതുകൊണ്ട് ജനങ്ങൾ അൻവറിനൊപ്പം ഉണ്ടാകും. ആ സാഹചര്യം പരമാവധി ഉപയോഗിക്കണമെന്ന് ലീഗും സമ്മർദ്ദം ചെലുത്തുമ്പോൾ വി.ഡി. സതീശന് മാത്രമായി എതിർക്കുവാൻ സാധിക്കില്ല എന്നതാണ് ചിഹ്നത്തലകളുടെ കണക്കുകൂട്ടൽ. വരുന്ന ശനിയാഴ്ച ചേരുന്ന UDF യോഗത്തിൽ അൻവറിന്റെ മുന്നണി പ്രവേശനം ചർച്ചയാകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അൻവറിട്ട ഇരയിൽ സർക്കാർ കൊത്തിയില്ലായിരുന്നുവെങ്കിൽ സുബോധം നഷ്ടപ്പെട്ട അൻവറിനുള്ള കുഴി അൻവർ തന്നെ കുത്തി അതിൽ സ്വയം വീഴുമായിരുന്നു. അഡ്രസ് ഇല്ലാതെ പോകുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ നിലമ്പൂർ കാക്കയ്ക്കുള്ള UDF എൻട്രിക്ക് ഗ്രീസ് ഇട്ട് കൊടുത്തതിന്റെ ക്രെഡിറ്റ് കെ വിജയന് മാത്രമായി. അതിന്റെ പിന്നിൽ കളിച്ച ചിഹ്നത്തലയും സരിതാ ഗോപാലും സേഫായി. കളിക്കുകയാണെങ്കിൽ ഇതുപോലെ കളിക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.